ഒരു മത്തനടിക്ക് നല്ല മഞ്ഞുള്ള പഴുത്ത മത്തൻ ഏതാണ്? ഇത് നോക്ക്, 1 കിലോ വെറും 19 രൂപയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാണ്ടല്ലോ, അത് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി. ഇതിങ്ങോട്ട് പൊളിച്ചിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് റൗണ്ട് അടിച്ചിട്ട് ഇതിങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിധിയാണുള്ളത്, നിധി അല്ലേ? പംകിൻ സീഡ് എന്ന് പറയും. ഈ സീഡ് നമ്മൾ മലയാളികൾ ഈ സീഡിനോട് വല്ലാത്തൊരു ക്രൂരത അല്ല കാണിക്കുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ആയി ഇപ്പോൾ പംകിൻ സീഡിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയും ഈ മത്തന് വെട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിക്കും. അപ്പോൾ ഓല് പറയും ഞങ്ങളെടുത്ത് കളയും. ചുരുക്കി പറഞ്ഞാൽ എന്താ, നമ്മളൊരു വലിയ നിധി കുഴിച്ചെടുത്തിട്ട് എടുത്ത് കളയുന്നതിന് തുല്യം. അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ പംകിൻ സീഡിന്, അല്ലെങ്കിൽ മത്തൻ്റെ വിത്തിന്. ഇതിനകത്ത് ഒരുപാട് പോഷക സമ്പന്നമാണിത്. ഒരുപാട് നാര്, അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീന്, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഇതൊക്കെ ധാരാളം ഈ പംകിൻ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, സിങ്ക്, അയൺ, ഇതെല്ലാം പംകിൻ സീഡിലുണ്ട്. ഇന്ന് ആൾക്കാരുടെ മരണത്തിന് കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഹൃദ്രോഗങ്ങൾ. അതെ, അപ്പോൾ ഹൃദ്രോഗം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യം ഈ പംകിൻ സീഡിലുണ്ട്. എന്താണെന്നറിയോ? ഇതിനകത്ത് ഒരുപാട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്നറിയോ? നമുക്ക് ഏജിങ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് വാർദ്ധക്യം വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതിനൊക്കെ തടയുന്ന സാധനമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. നിൻ്റെ അമ്മ വീട്ടിൽ മത്തങ്ങ ഉണ്ടാക്കിയ മത്തങ്ങ എന്താ ചെയ്യല്? ഇതിൻ്റെ കുരു കളയും. നീ കളയുന്നത് നിധിയാണ്, നിധി. ഇന്ന് തൊട്ട് അമ്മനോട് പറഞ്ഞു കൊടുക്കണം, കളയരുത്. ഇത്രയേറെ ആരോഗ്യ ഗുണമുള്ള സാധനം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിനക്കിപ്പം ഇവിടുന്ന് കുറച്ച് ബദാമും പിസ്തയൊക്കെ തന്ന് നീ കൊണ്ട് കളയോ? എന്താ കളയത്ത്? അതിനേക്കാളും ശരീരത്തിന് ഉപകാരമുള്ള സാധനമാണ് ഈ പംകിൻ സീഡ്. ഇതിലെ വിദേശികളായ ആൾക്കാരൊക്കെ ചോദിച്ചാൽ അറിയാം അല്ലേ? നിങ്ങൾ ഗൾഫിൽ നിന്ന് കുറേ കഴിച്ചിട്ടുണ്ട്. അവിടെ അതിനായിട്ട് നമ്മളായിട്ടില്ല, അറബികളും എല്ലാവരും കഴിക്കില്ല. പക്ഷെ നമ്മളെ മലയാളികൾക്ക് അതിന്റെ വില അറിയില്ല. മലയാളികൾ ഇപ്പൊ കഴിക്കുന്ന രസമാണുള്ളത്, എപ്പിന്റെ രസം ഭർത്തതേക്കാണ്. അതെ അതെ. കൊടുക്കുന്ന ആൾക്കാർക്ക് എന്താ വേണ്ടത്? ശരീരത്തിൽ വയറ് ഫുള്ളായി നിൽക്കണ്ടേ? അപ്പം അതിനെന്താ വേണ്ടത്? നാര്, ഫൈബർ അല്ലേ? ഇതിനകത്ത് ഒരുപാട് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഡൈജഷനും നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങളൊക്കെ നീ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ടോ? എന്തിനാണ് മേക്കപ്പ് ഉപയോഗിക്കുന്നത്? ഈ പംകിൻ സീഡ് കഴിച്ചാൽ മതി. അതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്. വൈറ്റമിൻ ഇൻ്റെ ഉപകാരം എന്താണ്? അത് ഹെൽത്തിന് വളരെ ഉപകാരമല്ലേ? നമ്മൾ കൊളാജൻ ഫോർമേഷൻ എന്ന് പറയും, നമ്മൾ ഭംഗി നിലനിർത്തുന്നത്, അതിനൊക്കെ സഹായിക്കുന്നൊരു സംഭവമാണ്. എനിക്ക് ഉറക്കം വരാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ? ഉണ്ടോ? എന്നാൽ പംകിൻ സീഡ് കഴിച്ചോ. നമ്മൾ ഉറക്കത്തിന് സഹായിക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഈ പംകിൻ സീഡിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ് കോമ്പൗണ്ടിൻ്റെ പേരറിയോ? ട്രിപ്റ്റോഫാൻ എന്ന് കേട്ടില്ല ബയോളജിയിൽ? ആ ട്രിപ്റ്റോഫാൻ ധാരാളം പംകിൻ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. COVID-19 ഉണ്ടാക്കിയപ്പോൾ നമ്മളെല്ലാവരും വൈറ്റമിൻ സി ഒക്കെ കഴിച്ചിട്ടില്ലേ? സിങ്കിൻ്റെ ഗുളിയൊക്കെ കഴിച്ചിരുന്നല്ലോ. അതെന്തിനു വേണ്ടിയാണ്? നമ്മളെ ശക്തമായൊരു പ്രതിരോധ ശക്തിക്ക് വേണ്ടിയല്ലേ? ഇതിനകത്തും ഒരുപാട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നത് എന്താണ്? ഈ കൊളാജൻ എന്ന് പറയും. ഈ കൊളാജൻ ഫോർമേഷനും പംകിൻ സീഡ് കൊണ്ട് സാധ്യമാകും. ഇനി ഈ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി ഇന്ന് ആൾക്കാർ ഒരുപാട് ഗുളികകൾ കഴിക്കുന്നില്ലേ? ഇതിലൊരുപാട് ഫൈറ്റോസ്റ്റിറോൾസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ബ്ലഡ് കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ കുറക്കും. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, പ്രമേഹ രോഗികൾക്ക് എന്തുകൊണ്ട് ഉപകാരം ഉണ്ടാവും? തീർച്ചയായിട്ടും പ്രമേഹം കുറക്കാനും നമ്മൾ ഈ പംകിൻ സീഡ്. ഇനി നിൻ്റെ അമ്മ പംകിൻ സീഡ് എടുത്ത് കളയുന്നത് കണ്ടാൽ നീ എന്ത് പറയും? പംകിൻ സീഡ് എന്ത് ചെയ്യും? നല്ല മൂർച്ചുള്ള കത്തി എടുത്തിട്ട് ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിങ്ങോട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താവും? ഈ പംകിൻ സീഡോട് കൂടി ഇതിങ്ങ് പുറത്ത് വരും. എന്നിട്ട് നല്ലൊരു വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ പംകിൻ സീഡ് ഇവിടെ പുറത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് നന്നായിട്ട് വേണമെങ്കിൽ ഡ്രൈ ആക്കി വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വറുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ വറുത്തത് എടുത്തിട്ട് ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായി? അതെനിക്ക് പലപ്പോഴും വേണം ഇങ്ങനെ എടുത്ത് കഴിക്കുക. ഇങ്ങനെ സ്നാക്സ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കഴിക്കുക. ഇനി വേണമെങ്കിൽ കുറച്ച് ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടൊന്ന് ഫ്രൈഡും ചെയ്ത് വെച്ചാൽ നല്ല രുചിയുള്ളതുമായി. എനിക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിടെന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യുക? കുറച്ച് ഇതുപോലുള്ള നമ്മുടെ എന്താ പറയുക മഞ്ഞളിൻ്റെ പൊടി, വെള്ളുള്ളിൻ്റെ പൊടികൾ, ഇതൊക്കെ ഇട്ടിട്ട് രുചി വർദ്ധിപ്പിക്കാം. ഇനി നിന്നെ പോലത്തെവർക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ടും ഇതാക്കാം. ഓക്കെ. ഏതായാലും ഈ പംകിൻ സീഡ് വിൽക്കുന്നതിലും എനിക്കിപ്പോൾ ഒരു അഭിമാനം തോന്നുന്നുണ്ട് അല്ലേ? തീർച്ചയായും. നമ്മുടെ നാട്ടിൽ മത്തങ്ങ ശരിക്കും കൃഷി ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്.
ഈ മത്തങ്ങ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ? എന്നാലും നമ്മുടെ നാട്ടുകാർക്ക് യാതൊരു കൂസലും ഇല്ല അല്ലേ? കൂടുതലും വിദേശികളാണ് ഇതിനെക്കുറിച്ച് നമ്മൾ വില കൊടുത്ത് വേറെ കുറേ സീഡ്സ് വാങ്ങും, പക്ഷെ ഇത് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, ഗുള്ളക്ക് എന്നോട് ഇതിനു വേണ്ടി സഹകരിച്ചത് ഇതാണ് AMS ഗ്രൂപ്പ് വിമാർട്ടിൽ അല്ലേ? വിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള AMS സീഡ്സ് ആൻഡ് നട്ട്സ്. ഓക്കെ, താങ്ക് യു.